എനിക്ക് ഇന്ന് അർജുൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു. അർജുനും അഞ്ജലിയും പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പത്മയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. എന്താണെങ്കിലും ആ ഒരു സമയത്ത് അവർ സന്തോഷം കൊണ്ട് അങ്ങോട്ട് നമ്മുടെ അർജുനും അതുപോലെ അഞ്ജലിയും വളരെ സന്തോഷത്തിലാകുകയാണ്. ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്, ആ CCTVയിൽ പത്മയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഡുകൻ അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളിലൊക്കെ സ്വാഗതം. വളരെ പോസിറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് വന്ന പ്രൊമോയിലുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഏറെ ആശങ്കകൾ ഉണ്ടാക്കുന്ന ഒരു കാര്യവും ഇന്നത്തെ പ്രൊമോയിൽ നടന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾക്ക് ചില കാരണവും ഇന്നും ഉണ്ടായിട്ടുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതിൻ്റെ സംഭവങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ആർക്കും ഒട്ടും ആഗ്രഹമില്ലാത്തൊരു കാര്യം ഇന്ന് നടന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു സത്യം ഇന്ന് അനുപമ മനസ്സിലാക്കുകയാണ്. നമ്മൾ ഒട്ടും ആഗ്രഹിക്കുന്ന കാര്യമല്ല. കാരണം അനുപമ ഈ ഒരു സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസ് നമ്മുടെ അഞ്ജലിക്ക് ഉണ്ടാകാനായിട്ട് പോവുകയാണ്. നമ്മൾ വീക്കെൻഡിൽ ആ ഒരു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കണ്ടതുമാണ്. എന്താണെങ്കിലും വീട്ടിലിരിക്കുന്ന ഒരു മാഗസീൻ എടുത്ത് വായിക്കുന്നതിനിടയിലാണ് വളരെ യാദൃച്ഛികമായിട്ട് അനുപമ ഈ അഞ്ജലി അർജുൻ വിവാഹം കഴിഞ്ഞ ആ ഒരു സത്യം തിരിച്ചറിയുന്നത്. അപ്പോൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കുറുപ്പിനെ വിളിച്ചിട്ട് ഈ സമൂഹ വിവാഹത്തിനെ പറ്റിയൊക്കെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കുറുപ്പിന് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അനുപമയ്ക്ക് മനസ്സിലായി. പക്ഷേ ഈ ഒരു സത്യം ഒരാളും അറിയാനും പാടില്ല. അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂസാണ് ഉണ്ടാകാനായിട്ട് പോകുന്നത്. ശംഖുചക്രം തറവാട് മൊത്തത്തിൽ വലിയ സീൻ നടക്കും. അതിനൊപ്പം തന്നെ ഒരു പക്ഷേ അനുപമയെ കൂടി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി വിടാനായിട്ടുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് അനുപമ ഈ ഒരു കാര്യം ആരും അറിയാതെ നോക്കണം. അത് അനുപമ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ഈശ്വര, ഇതൊന്നും ആരും അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും. ഈ ഒരു സത്യം, ഈ അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞു എന്നത് എൻ്റെ മനസ്സിൽ മാത്രം നിൽക്കട്ടെ, ആരും ഈ പിക്ചറും കാര്യങ്ങളൊന്നും കാണാനായിട്ട് ഇടവരരുത് എന്നൊക്കെ പറഞ്ഞ് അനുപമ വളരെ ടെൻഷനിലാണ് ഉള്ളത് കേട്ടോ. അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞു എന്നൊരു സത്യം ഇപ്പോൾ അനുപമ അറിഞ്ഞിരിക്കുകയാണ്. അനുപമ ആരോടും ഈ സംഭവം ഇതുവരെ പുറത്തും പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും 100% ഉറപ്പ് അനുപമയ്ക്കില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചില പ്രകടനങ്ങളാണ് നമ്മൾ വീക്കിൻ്റെ പ്രൊമോയിൽ കണ്ടത്. അഞ്ജലിയുടെ വീട്ടിലെത്തി അവൾ നിങ്ങളെ ചതിച്ചു, അവളുടെ കഴുത്തിൽ വേറൊരുത്തൻ താലി കെട്ടി, അങ്ങനെയൊക്കെ പറഞ്ഞ്. കാരണം അതൊന്ന് ഉറപ്പിക്കണം. കാരണം നമുക്കറിയാം മാഗസിനിൽ വന്ന പിക്ചേഴ്സൊന്നും അത്ര ജെന്യുവിൻ ആണോ അല്ലെങ്കിൽ അത്ര ക്ലിയർ അല്ല. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഏകദേശം ഒരു ചിത്രമേ കിട്ടിയിട്ടുള്ളൂ, ഉറപ്പിക്കാറായിട്ടില്ല. എന്നാലും ഒരു 90% ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു അനുപമ അർജുൻ അഞ്ജലി വിവാഹം കഴിഞ്ഞു എന്നുള്ളൊരു കാര്യത്തെപ്പറ്റി. എന്നാലും ചില സംശയങ്ങളുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും എന്നൊക്കെ ചില സംശയങ്ങൾ അനുപമയ്ക്ക് ഉണ്ടാകുന്നത്. പക്ഷേ അതൊന്നും ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ജലിയുടെ വീട്ടിൽ ചെന്ന് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതും. അതൊക്കെ നമ്മൾ ഓൾറെഡി വീക്കിൻ്റെ പ്രൊമോയിൽ കണ്ടതുമാണ്. അപ്പോൾ കുറുപ്പ് ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല, രാഘവനും ഈ സംഭവങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ഇന്ന് വന്ന പ്രൊമോയിൽ ആദ്യം തന്നെ നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു സീനാണ് കാണുന്നത്. നമുക്കറിയാം, ഇന്ന് CA നന്ദകുമാരോട് അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ പത്മയെ പോയി അർജുനും അഞ്ജലിയും അവരുടേതായ ഒരു രീതിയിൽ അന്വേഷിക്കാം, ഞങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കാം, എന്തെങ്കിലും തെളിവുകൾ എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ CA നന്ദകുമാറിനെ അറിയിക്കാം എന്നൊക്കെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണെങ്കിലും നമ്മുടെ അഞ്ജലിക്കുട്ടിയും അർജുനും കൂടി പത്മയെ തപ്പാൻ വേണ്ടി ആ ഒരു തമിഴ്നാട് ഏരിയയിലേക്ക് പോവുകയാണ് എന്ന് നമുക്ക് പ്രൊമോയിൽ കാണാം. എനിക്ക് ഇന്ന് അർജുൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, അർജുനും അഞ്ജലിയും പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ പത്മയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്. എന്താണെങ്കിലും അതിനെ സാധൂകരിക്കുന്ന കുറച്ച് സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് പ്രൊമോയിൽ കാണുന്നത്. കാരണം നമ്മുടെ പത്മയുടെ ഒരു ഫോട്ടോയും കൊണ്ട് ഒരു അമ്പലത്തിൻ്റെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഈ പെൺകുട്ടിയെ അറിയാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അവർ CCTV കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണ് ആ പുള്ളി. ആ ഒരു സമയത്ത് അവർ സന്തോഷം കൊണ്ട് അങ്ങോട്ട് നമ്മുടെ അർജുനും അതുപോലെ അഞ്ജലിയും വളരെ സന്തോഷത്തിലാകുകയാണ്. ഒരു കാര്യം ഉറപ്പായിരിക്കുകയാണ്, ആ CCTVയിൽ പത്മയുണ്ട്. എന്താണെങ്കിലും നമ്മുടെ അഞ്ജലിയും അർജുനും തേടിപ്പോയത്
വെറുതെ ആയില്ല, ദൈവം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ. അങ്ങനെ പത്മയെ കണ്ടെത്താനായിട്ട് നമ്മുടെ അർജുനും അഞ്ജലിക്കും സാധിച്ചു എന്നുള്ളൊരു കാര്യത്തിൽ 100% ഉറപ്പ് വന്നിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും ചില സംശയങ്ങളുണ്ട് നമുക്ക്. ഞാൻ പലപ്പോഴും ചില സംശയങ്ങൾ അപ്പോഴും ആലോചിക്കാറുണ്ട്. അഥവാ പത്മയെ കണ്ടെത്തിയെങ്കിൽ, അഥവാ പത്മയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് പത്മ തിരിച്ചു വരാത്തത്? എന്തുകൊണ്ടാണ് പത്മ തിരിച്ച് ഫോൺ വിളിക്കാത്തത്, കോണ്ടാക്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പത്മ മറഞ്ഞിരിക്കുന്നത്? അങ്ങനെ ചില കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട്. അതിനെല്ലാം ഉത്തരം നമുക്ക് കിട്ടിയേ തീരും. എന്തുകൊണ്ടാണ്, എന്താണ് സംഭവിച്ചത്, പത്മ എവിടെ പോയി, എന്തെങ്കിലും പറ്റിയോ, എന്തെങ്കിലും പരിക്കുകൾ പറ്റിയോ, അങ്ങനെ കുറേയേറെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. അതിനൊക്കെ ഉത്തരം 2 ദിവസങ്ങൾക്കുള്ളിൽ ആകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും നമ്മുടെ അർജുനും അഞ്ജലിയും പോയി നമ്മുടെ പത്മയെ തേടിയത് കൊണ്ട് ഒരു ഗുണമുണ്ടായിരിക്കുകയാണ്. പത്മ എവിടെ എന്നതിന് ചില സംഭവങ്ങൾ, ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മുടെ അർജുനും അഞ്ജലിയും പറ്റിയിരിക്കുകയാണ് എന്ന് നമുക്ക് പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ വന്ന പ്രൊമോയുടെ ഏറ്റവും അവസാനത്തെ സീനുകൾ കുറുപ്പിൻ്റെ ചില പണികളാണ്. പക്ഷെ അത് അഞ്ജലിയുടെ അടുത്ത് ഏൽക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്ന് കുറുപ്പ് രാഘവനോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളെൻ്റെ വീട്ടിൽ പത്മ കൊല്ലപ്പെട്ടില്ല എന്ന് പറഞ്ഞു വന്നു, അവൾക്കൊട്ടുള്ള പണി ഞാൻ ഒരുക്കുന്നുണ്ട്. അവളുടെ വീട്ടിൽ കാക്കിയിട്ട പോലീസുകാർ കയറി ഇറങ്ങും, അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കും, എന്താ ചെയ്യുന്നതെന്ന് താൻ നോക്കിക്കണ്ടോ. അങ്ങനെ കുറുപ്പ് രാഘവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് സംഭവിക്കുകയാണ്. നമ്മൾ പ്രൊമോയിൽ കാണുമ്പോൾ അഞ്ജലി ഇല്ലാത്ത സമയം നോക്കി തരകൻ കുറേ പോലീസുകാരെയൊക്കെ കൂട്ടിക്കൊണ്ട് വന്ന് പത്മേനെ അഞ്ജലി ഒളിപ്പിച്ചിരിക്കുകയാണ് എന്ന രീതിയിലൊക്കെ പറയുകയാണ്. തരകൻ പറയുന്നുണ്ട്, ആ കുളിമുറിയിലൊക്കെ കയറി നോക്കുക, അവളെ എവിടെ വേണമെങ്കിലും ഇവർ ഒളിപ്പിച്ചു വെക്കും, ഇവരാരാ മക്കള്, ഇവരെ ഒന്നും വിശ്വസിക്കാനായിട്ട് കൊള്ളത്തില്ല. പത്മ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു ബോഡി എടുത്തുകൊണ്ട് വന്ന് കാട്ടിയിട്ട് എല്ലാവരും പറ്റിക്കുകയാണ് ഇവർ തന്നെയാണ് പത്മേനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവർ തന്നെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടുണ്ടാവും. എന്താണെങ്കിലും ആ കുളിമുറിയിലും എല്ലായിടത്തും കയറി നോക്കുക, അവൾ എന്താണെങ്കിലും ഇവിടെ തന്നെ കാണും. അങ്ങനെ തരകൻ വലിയ മാസ് ഡയലോഗൊക്കെ അടിച്ചു നിൽക്കുന്ന ഒരു സീനാണ് നമ്മുടെ പ്രൊമോയുടെ എൻഡ് ഭാഗത്ത് കാണുന്നത്. പക്ഷേ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ അഞ്ജലി തിരിച്ചെത്തുന്ന ഒരു സീനും കൂടെ നമ്മൾ കാണുന്നുണ്ട്. അഞ്ജലി ഇല്ലാത്ത സമയം നോക്കി തന്നെ വന്നിട്ട് ഉപദ്രവിക്കുക എന്നൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് തരകൻ ചെയ്യുന്നത് പോലെയാണ് കേട്ടോ എനിക്ക് തോന്നിയത്. പക്ഷേ തരകൻ്റെ ആ കളികളൊന്നും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. നമ്മുടെ അഞ്ജലി തിരിച്ചെത്തുന്ന സീന് നമുക്ക് പ്രൊമോയിൽ കാണാം. എന്താണെങ്കിലും തരകന് വേണ്ട മറുപടികളും കാര്യങ്ങളും നമ്മുടെ അഞ്ജലി കൂടി കൊടുക്കാതിരിക്കില്ല. അതുമാത്രമല്ല, അഞ്ജലിയുടെ കൂടെ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് CA നന്ദകുമാറുണ്ട്. അപ്പോൾ നമ്മുടെ CA നന്ദകുമാർ തരകനെ എടുത്തിട്ട് അലക്കുന്ന ഒരു സീൻ മിക്കവാറും കാണേണ്ടി വരും. തരകൻ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നതാണ് കുറുപ്പിൻ്റെ വാക്ക് കേട്ട് എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. എന്താണെങ്കിലും ഇന്ന് വന്ന പ്രൊമോയിൽ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നമ്മുടെ പത്മയെ കണ്ടെത്താൻ പറ്റി, എന്തൊക്കെയോ ചില സംഭവങ്ങൾ നമ്മുടെ അഞ്ജലിക്കും അർജുനും കിട്ടി എന്നുള്ളത് തന്നെയാണ് കേട്ടോ. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക കേട്ടോ. നാളെ എപ്പിസോഡിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി. ടേക്ക് കെയർ, ബൈ ബൈ.